സോ വെൽക്കം ബാക്ക് ടു ബുട്ട് ക്യാമ്പ് ഡേ 14 ഗൈസ്. അപ്പോൾ ഈ ഒരു ലെസൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡിൽ എങ്ങനെയാണ് പിപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണത്, and അതുപോലെ തന്നെ ഗോൾഡിൽ എങ്ങനെയാണ് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗോൾഡിലോട്ട് വരുവാണെങ്കിൽ കറൻസി പേഴ്സായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു $4,000 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതായത് XAU/USDയുടെ പ്രൈസ് ഒരു $4,000 ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ആ ഒരു $4,000 ഒരു $4,001 ആവുകയാണെങ്കിൽ, അതായത് ഗോൾഡിൻ്റെ പ്രൈസിലൊരു $1 ഇൻക്രീസ് വരുവാണെങ്കിൽ നമ്മൾ പറയും ഗോൾഡിൻ്റെ പ്രൈസ് 1 പിപ്പ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അതായത് ഗോൾഡിൻ്റെ പ്രൈസിലൊരു $1 ഇൻക്രീസ് വരുവാണെങ്കിൽ നമ്മൾ പറയും ഗോൾഡിൻ്റെ പ്രൈസ് 1 പിപ്പ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു $4,000 ഉണ്ടായിരുന്ന ഗോൾഡ് പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടൊരു 4,010 എത്തുമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു $10 ഇൻക്രീസ് വന്നു. ഓക്കെ, അപ്പോൾ ഒരു $10 ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഗോൾഡിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, 10 പിപ്പ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഒരു 10 പിപ്പിൻ്റെ ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കറൻസി പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യണ വാല്യൂ എപ്പോഴും പിപ്പാണ്. സോ പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇൻട്രസ്റ്റ് പോയിന്റിൻ്റെ ഷോർട്ടാണ് പിപ്പ്. സോ ഈ ഒരു അസറ്റ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യണ വാല്യൂ ആണ് പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഗോൾഡിലോട്ട് വരുന്ന സമയത്ത് $1 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗോൾഡിൻ്റെ പ്രൈസിൽ വരുന്ന $1 മൂവ്മെൻറ്റിന് നമ്മൾ 1 പിപ്പ് എന്ന് പറയും. ഓക്കെ, and അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ 1 പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പിപ്പിറ്റ്സ് ആണ് നമുക്കറിയാം. ഓക്കെ, അതായത് 1 പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പിപ്പിറ്റ്സ്, അതായത് 10 പിപ്പിറ്റ്സ് കൂടുമ്പോഴാണ് ഇതൊരു 1 പിപ്പായിട്ട് മാറുന്നത്. ഓക്കെ, സോ നമ്മുടെ ബേസിക് നോർമൽ കാൽക്കുലേഷൻ. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് ലോട്ട് ഉണ്ട്. ഓക്കെ, മൈക്രോ ലോട്ട് ഉണ്ട്, മിനി ലോട്ട് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ലോട്ട് ഉണ്ട്. ഓക്കെ, സോ മൈക്രോ, മിനി ആൻഡ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ലോട്ട്. ഇപ്പോൾ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി, ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 0.01 ലോട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത് 1 മൈക്രോ ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയാണ് 0.01 ലോട്ട്. ഇപ്പോൾ 0.01 ലോട്ട് ആണെങ്കിൽ ഓക്കെ, അതായത് 0.01 ലോട്ട് ആണെങ്കിൽ $1 പെർ പിപ്പായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു $4,000 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, $4,000 ഗോൾഡ് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു 0.01 ലോട്ട് ബൈ ചെയ്തു. അതായത് 1 മൈക്രോ ലോട്ട് ഗോൾഡിൻ്റെ 1 മൈക്രോ ലോട്ട് നമ്മൾ ബൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, 4,000 ഉണ്ടായിരുന്ന ഗോൾഡ് പ്രൈസ് 4,001 എത്തിക്കഴിഞ്ഞാൽ, അതായത് ഗോൾഡിൻ്റെ പ്രൈസ് $1 ഇൻക്രീസ് അല്ലെങ്കിൽ 1 പിപ്പിൻ്റെ ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കവിടെ $1 പ്രോഫിറ്റ് ആയിരിക്കും കാണാൻ പറ്റണം. ഓക്കെ, അതായത് 0.01 ലോട്ട് എടുത്തു, 0.01 ലോട്ട് എടുത്തിട്ട് 1 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 4,000 4,001 എത്തുവാണെങ്കിൽ നമുക്കിവിടെ $1 പ്രോഫിറ്റ് ആയിരിക്കും കാണാൻ പറ്റുക. ആൻഡ് അതുപോലെ തന്നെ 4,000 വാങ്ങിച്ച് 4,002 എത്തുവാണെങ്കിൽ $2 പ്രോഫിറ്റ് ആയിരിക്കും 0.01 ലോട്ടാണെങ്കിൽ. അതായത് 0.01 ലോട്ടാണെങ്കിൽ പെർ പിപ്പ് $1 പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, അവിടെ കാണാൻ പറ്റണം. ഇപ്പോൾ 0.02 ലോട്ടാണെങ്കിൽ $2 പെർ പിപ്പ് ആയിരിക്കും, 0.03 ലോട്ടാണെങ്കിൽ $3 പെർ പിപ്പ് ആയിരിക്കും, 0.05 ലോട്ടാണെങ്കിൽ $5 പെർ പിപ്പ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ 0.1 ലോട്ടാണെങ്കിൽ 0.1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനി ലോട്ട്. സോ 1 മിനി ലോട്ടാണെങ്കിൽ $10 പെർ പിപ്പായിരിക്കും നമുക്കവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 0.1 ലോട്ട് ഓഫ് ഗോൾഡ് എന്ത് ചെയ്തു, $4,000 ഗോൾഡ് നിൽക്കുന്ന സമയത്ത് 0.1 ലോട്ട് 1 മിനി ലോട്ട് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 4,000 ബൈ ചെയ്തു, അത് 4,001 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, $10 പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ 4,000 3,999 ആയി കഴിഞ്ഞാൽ $1 ഡിക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ 1 പിപ്പ് ഡിക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും, $10 ലോസ് ആയിരിക്കും. ഓക്കെ, 2 പിപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ $20 പ്രോഫിറ്റ് ആയിരിക്കും, 3 പിപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ $30 പ്രോഫിറ്റ് ആയിരിക്കും, 4 പിപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ $40 പ്രോഫിറ്റ് ആയിരിക്കും. 0.1 ലോട്ട് എടുക്കുകയാണെങ്കിൽ പെർ പിപ്പ് $10 പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
ആൻഡ് 0.2 ലോട്ട് എടുക്കുവാണെങ്കിൽ $20 പെർ പിപ്പ് ആയിരിക്കും. 0.3 ലോട്ട് എടുക്കുവാണെങ്കിൽ $30 പെർ പിപ്പ് ആയിരിക്കും. 0.4 ലോട്ട് എടുക്കുകയാണെങ്കിൽ $40 പെർ പിപ്പ് ആയിരിക്കും. ഓക്കെ. എന്നിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു 1 ലോട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് 1 സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സോ 1 സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കുകയാണെങ്കിൽ $100 പെർ പിപ്പ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, ഇത് ഗോൾഡിൻ്റെതാണ്. ഇപ്പോൾ നമ്മൾ യൂറോ USD ലോട്ടൊക്കെ വരുവാണെങ്കിൽ 0.01 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ പെർ പിപ്പ് $0.1 മൂവ്മെൻ്റ് ആയിരിക്കും. 0.1 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ $1 പെർ പിപ്പ് ആയിരിക്കും. 1 സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ $10 പെർ പിപ്പ് ആയിരിക്കും ഇപ്പോൾ യൂറോ USD ലോട്ട് വരുന്ന സമയത്ത്. സോ ഗോൾഡിലോട്ട് വരുന്ന സമയത്ത് പിപ്പ് സൈസ് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 1 സ്റ്റാൻഡേർഡ് ലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളെങ്കിൽ $100 പെർ പിപ്പ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ 4000 ഗോൾഡ് പ്രൈസ് ഉള്ള സമയത്ത് 1 സ്റ്റാൻഡേർഡ് ലോട്ട് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4000 നിന്ന് $4001 ഗോൾഡിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ $100 പ്രോഫിറ്റ് ആയിരിക്കും. 4000 നിന്ന് $4002 ആവുകയാണെങ്കിൽ നമുക്കിവിടെ $200 പ്രോഫിറ്റ് ആയിരിക്കും. 3 പിപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ $300 പ്രോഫിറ്റ് ആയിരിക്കും. ആ ഒരു രീതിയിലാണ് ഗോൾഡിൽ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഓർ ലോസ് വരുന്നത്. ഓക്കെ, അതായത് 0.01 ലോട്ടാണെങ്കിൽ, മൈക്രോ ലോട്ടാണെങ്കിൽ $1 പെർ പിപ്പ്, 0.1 ലോട്ടാണെങ്കിൽ, മിനി ലോട്ടാണെങ്കിൽ $10 പെർ പിപ്പ്, 1 സ്റ്റാൻഡേർഡ് ലോട്ടാണെങ്കിൽ $100 പെർ പിപ്പ്. ഓക്കെ, ലോട്ട്സ് ഇത് XAUUSD ഗോൾഡിലാണ്. ഇപ്പോൾ നമ്മൾ യൂറോ USDയിലോട്ട് വരുവാണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ ലോട്ട് സൈസ് ഇപ്പോൾ യൂറോ USD, ഇപ്പോൾ യൂറോ USDയിലോട്ട് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ 0.01 ലോട്ട് എടുക്കുവാണെങ്കിൽ $0.1 പെർ പിപ്പായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ 0.1 ലോട്ട് എടുക്കുവാണെങ്കിൽ $1 പെർ പിപ്പായിരിക്കും. 1 സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കുവാണെങ്കിൽ $10 പെർ പിപ്പായിരിക്കും. അതായത് യൂറോ USDയിലാണെങ്കിൽ പോയിന്റിന് ശേഷമുള്ള 4th ഡിജിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗോൾഡിലാവുമ്പോൾ $1 മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയണത്, 1 പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിഫറൻസ് ഉണ്ട്. സോ ഗോൾഡിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ്, കറൻസി പേഴ്സിലോട്ട് വരുമ്പോൾ മീൻസ് മെയിനായിട്ട് യൂറോ USD ആ ഒരു പേഴ്സിലോട്ട്, മേജർ പേഴ്സിലോട്ട് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. സോ ഗോൾഡിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. ലോട്ട് സൈസ് നമുക്ക് 2 രീതി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ പൊക്കഞ്ഞ് ഇവിടെ ഒരു മെഷർമെൻറ്റ് ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ ടൂൾ ഉണ്ട്. ഇപ്പോൾ ലോങ് പൊസിഷൻ എടുക്കുവാണെങ്കിൽ, ഷോർട്ട് പൊസിഷൻ എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഞാൻ ഷോർട്ട് പൊസിഷൻ എടുത്തു. എനിക്ക് ഇവിടെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്? ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഹൈയിലാണ് നോക്കണമെങ്കിൽ എനിക്കിവിടെ കാണാം എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ള എത്രയാണ്, 12 പിപ്സ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളത്. അതായത് എൻട്രി ടു സ്റ്റോപ്പ് ലോസ് 12 പിപ്സ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു 13 പിപ്സ് ആണ് വന്നിട്ടുള്ളത്. സോ 13 പിപ്സ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ എത്രയായിരിക്കും, അതായത് ഒരു പിപ്പിന് 0.1 ലോട്ട്, 0.01 ലോട്ട് എടുക്കുവാണെങ്കിൽ $1 പെർ പിപ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ 0.01 ലോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ സെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും നമ്മുടെ ലോസ് വരുന്നത്, $13 ആയിരിക്കും നമ്മുടെ ലോസ് വരുന്നത്. അതായത് 0.01 ലോട്ട് എടുക്കുവാണെങ്കിൽ. 0.1 ലോട്ട് എടുക്കുവാണെങ്കിലോ, 0.1 ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ലോട്ട് വരുമ്പോൾ $10 പെർ പിപ്പാണ്. ഇപ്പോൾ ഇവിടെ 13 പിപ്സ് ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ $130 അല്ലെങ്കിൽ $129 ലോസ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ 1 സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കുവാണെങ്കിൽ $100 പെർ പിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, 2 സീറോ കൂടെ ആഡ് ചെയ്യുക, അതായത് 1300, അതായത് $1300 ആയിരിക്കും നമുക്കിവിടെ ആവറേജ് ലോസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ ടൂൾ എടുത്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മെഷർമെൻറ്റ് ടൂൾ ഉണ്ട്, അതായത് എവിടെയാണ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൻ്റെ പിപ്പ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ $41 ആണ്, അല്ലെങ്കിൽ 41 പിപ്പാണ്. അതായത് 4055 നിന്ന് 4014 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗോൾഡിൽ
ലോട്ട് പിപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണത്. and അതിൻ്റെ ബേസിൽ നമ്മൾ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. ബൈ.